കണ്ണൻ നായർ കൂടി ചേരുന്നുണ്ട്. കണ്ണൻ, ഇനിയിപ്പോൾ കളക്ടറുടെ യോഗം ചേരാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ പരിശോധന, മറ്റ് നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ ഒരു വിഷയത്തിൽ ഇനി എത്രത്തോളം പ്രധാനമായിരിക്കും? എന്തെല്ലാം മാറ്റങ്ങൾ ആ ഒരു പ്രദേശത്ത് ഇനിയെങ്കിലും കൃത്യമായിട്ട് പ്രവർത്തികൾ മുന്നിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്? അതിനുതകുന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമോ? പൂജ, ഈ റോഡിൻ്റെ പ്രദേശത്തിൻ്റെ മണ്ണിൻ്റെ ഘടന തന്നെ പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 3 മീറ്ററോളം ഭാഗത്തേക്ക് ഈ മണ്ണ്, അതായത് ആ വയലിലേക്ക് ആ മണ്ണ് തള്ളി മാറിയിരിക്കുന്നു. നമുക്ക് ആ ഓടയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഓട നേരത്തെ നിൽക്കുന്ന വഴിയും അതുപോലെ ഇപ്പോൾ നിൽക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കിയാൽ തന്നെ മനസ്സിലാകും. ആ JCBയുടെ സമീപത്ത് നിന്ന് നേരെ ആ മണ്ണ്, ആ ഭൂമി പൂർണ്ണമായും തള്ളി ആ വയലിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ വയലിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ള മണ്ണിൻ്റെ ഘടനയടക്കം മാറ്റി, ആ ഭൂമിയുടെ ഘടനയടക്കം മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കണം. അതിനുശേഷം മാത്രമായിരിക്കണം ഒരു നിർമ്മാണം നടത്തുക. അതായത് ഈ ഭൂമിയുടെ അടിയിൽ എപ്പോഴും ജലം ഒഴുകിപ്പോകുന്ന ഉറവുകളും മറ്റു കാര്യങ്ങളും എല്ലാം, ജലം ഒഴുകിപ്പോകുന്ന അവസ്ഥയും ഉറവുകളും ഒക്കെ തന്നെ ഉണ്ട്. അവയൊക്കെ പരിശോധിച്ച് കൃത്യമായ ഒരു ഉയരപ്പാത എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. നേരത്തെ ആ റോഡിനോട് ചേർന്നായിരുന്നു ആ ഇലക്ട്രിക് പോസ്റ്റുകൾ അടക്കം ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ ആ അപകടം ഉണ്ടായ സമയത്ത് ആ മണ്ണ് പൂർണ്ണമായും തള്ളി, അല്ലെങ്കിൽ ഭൂമി പൂർണ്ണമായും തള്ളി മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഇലക്ട്രിക് പോസ്റ്റ് അടക്കം സൈഡിലേക്ക് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള പഠനം വേണം. അല്ലാത്ത പക്ഷം വീണ്ടും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. അങ്ങനെയുള്ള പരിശോധനകൾ കൃത്യമായി ഇവിടെ നടത്തിയ ശേഷം മാത്രമായിരിക്കും ഒരു നിർമ്മാണങ്ങളിലേക്ക് പോവുക. നിർമ്മാണത്തിൽ ഉയരപ്പാത എന്നുള്ള കാര്യത്തിൽ നേരത്തെ സ്റ്റെഫിൻ പറഞ്ഞതുപോലെ NK പ്രേമചന്ദ്രൻ MP അടക്കമുള്ള ആൾക്കാർ ആ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ജില്ലാ ഭരണകൂടത്തിനും ഉയരപ്പാത എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് പോയിരിക്കുന്നത്. ജനങ്ങൾ പറയുന്നതും ഉയരപ്പാത വേണം എന്നുള്ളത് തന്നെയാണ്. അതായത് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശത്തേക്ക് എങ്കിലും ഒരു ഉയരപ്പാത സ്ഥാപിക്കണം എന്നുള്ളത് തന്നെയാണ് കാര്യം. ആ നേരത്തെ വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരുന്ന ഒരു തോടടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അത് ആ തോട്ടിലെ വെള്ളം ഒഴുക്കിനെ ഒരു ചെറിയ ഓടയിലൂടെ കടത്തിവിട്ടതോടുകൂടി ജലത്തിൻ്റെ സമ്മർദ്ദം കൂടി, അതോടുകൂടി ആ സമ്മർദ്ദം ഭൂമിയുടെ അടിയിലേക്ക് വരികയും അങ്ങനെ ഇത് തകർന്നു വീഴുന്ന ഒരു സ്ഥിതിയുമാണ് ഉണ്ടായതെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും നിലവിൽ ഈ പ്രദേശത്തെ ഒരു ഭൂമിയുടെ ഘടന തന്നെ മാറിയിട്ടുണ്ട്. ആ ഘടനാമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.